അണ്ണൻ വേറെ ഒന്നൊരു വിഷയം മുല്ലപ്പെരിയാർ തന്നെയാണ്. നമുക്കറിയാം നമ്മുടെ കേരളത്തിലെ വർഷക്കാലത്ത് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിലും അതിന് ചർച്ചയിലൊക്കെ തന്നെ ഓരോ ദിവസം ഭീതി കൂടി വരുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് ഉണ്ടാവാറ്. മുല്ലപ്പെരിയാറുള്ള ജലനിരപ്പിന് ഉയർന്നത് അത് 130 തുടങ്ങിയിട്ട് അല്ലെങ്കിൽ 132, 134, 142 വരെയൊക്കെ അടി ഉയരുമ്പോൾ തന്നെ കേരളത്തിലെ ഒരുവിധം അല്ലെങ്കിൽ കേരളം ഒട്ടാകെ പ്രാർത്ഥനകൻ ഒരു പ്രാർത്ഥിച്ച് കഴിക്കേണ്ട സാഹചര്യമാണ്. അത്രയും ഒരു 130 വർഷം പഴക്കമുള്ള ഒരു ഡാം, ഇത്രയും ജലസംഭരണി അതിനെ പിടിച്ചിരുത്താന്ന് പറഞ്ഞ ദൈവത്തിന്റെ ആ ഒരു ഒറ്റ കൃപ മാത്രം. അതങ്ങനെ പൊട്ടിക്കഴിഞ്ഞാൽ ജലബോംബാണത്, ഏറ്റവും വലിയ ജലബോംബാണ്. ഏകദേശം ഒരു 5-6 ജില്ലകൾ പൂർണ്ണമായി നശിക്കും. അതിൽ അവസാനം തൃശ്ശൂർ ജില്ല ഉൾപ്പെടുന്നതാണ്. ഇടുക്കി, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ ഉൾപ്പെടുന്ന ജില്ലകളിൽ 2011 സെൻസസ് പ്രകാരം 85 ലക്ഷം പേരായിരുന്നു അന്ന് ഒരു 4 ജില്ലയിലൊക്കെ ഉണ്ടായിരുന്നു. ഏകദേശം ഒരു കോടി ആൾക്കാരെങ്കിലും ഉണ്ടാവും. ഇത്രയും 1 കോടി ആൾക്കാരുടെ ജീവന് ആപത്തായിട്ടുള്ള ആ മുല്ലപ്പെരിയാർ പുതുക്കി പണിയേണ്ട സാഹചര്യം വന്നാൽ കേരളത്തിനെ എതിർത്ത് നിൽക്കുന്നതാണ് TVK പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ വിജയണ്ണന്റെ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയണ്ണൻ പറഞ്ഞു. വിജയണ്ണൻ ഇപ്പോഴും സിനിമയിൽ തന്നെയാണ്. വിജയണ്ണന്റെ ഡയലോഗ് അങ്ങനെയാണ്. കത്തിവന്ന സിനിമകളിലൊക്കെ ഇതുപോലത്തെ ഡയലോഗാണ്. ഭയങ്കര ഏഴാൾക്ക് വേണ്ടിയിട്ടുള്ള കുറെ കരച്ചിലും പിടിച്ചിലൊക്കെ തന്നെയായിരുന്നു. ഒന്ന് മനസ്സിലാക്കേണ്ട വെച്ചാൽ തമിഴ്നാട് മേഖലയിൽ, മുല്ലപ്പെരിയാറിന്റെ മേഖലയിൽ തമിഴ്നാട് ഭാഗത്തുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ പൂർണ്ണമായിട്ടും TVK വിജയിച്ചപ്പോൾ, മുൻപ് DMKയും ADMK ഒക്കെ വിജയിച്ചിട്ടുണ്ട്. ഇതിൽ കൂടി അന്ന് കൊടുത്തുള്ള അവരുടെ പ്രകടന പത്രികയിൽ പൂർണ്ണമായും 152 അടി വരെ മുല്ലപ്പെരിയാർ ഉയർത്തി കാണിക്കുകയും കൂടുതൽ വെള്ളം അനുവദിക്കാനുള്ള സംവിധാനം ചെയ്യുകയും കേരളത്തിന് യാതൊരു കാരണവശാലും കേരളത്തിന് പ്രതിഫലം ആദ്യം അത് പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് വിജയ് ഇപ്പോൾ ഈ ഒരു വിഷയത്തെ എടുക്കുന്നത്. നമുക്കറിയാം, തീർച്ചയായും തമിഴ്നാടിന് വെള്ളം ആവശ്യമുണ്ട്, കുടിക്കാനും അതുപോലെ കൃഷിക്കും ആവശ്യമുണ്ട്. സംഭവിച്ചു നോക്കിയാൽ നല്ല കാര്യം തന്നെ. പക്ഷെ 1 കോടി ജനങ്ങളുടെ ജീവനക്കാരും വലുതല്ലല്ലോ. ഒരൊറ്റ നിമിഷം കൊണ്ട് 1 കോടി പേരുടെ ജീവൻ ഇല്ലാതാവും ഇത് പൊട്ടുന്നുള്ളത്. തീർച്ചയായും ഇതൊരു സർക്കാർ ഇടപെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ സാധനം എത്രയും പെട്ടെന്ന് മാറ്റിപ്പണിയുമ്പോൾ 152 അടിയോളം വൃത്തിക്കോട്ടെ. പുതിയൊരു ഡാമിന് നമ്മൾ കുഴപ്പമുണ്ടാവില്ല. ഇതില്ലാതെ ഇങ്ങനെ പണിതിട്ട് ജനങ്ങളുടെ ഉള്ളിലേക്ക് വലിയൊരു ആദി അല്ലെങ്കിൽ വലിയൊരു പേടി സ്വപ്നം ഉണ്ടാക്കിക്കൊണ്ട് വിജയ് സർക്കാർ എന്താ ഉദ്ദേശിക്കുന്നത്? ഇതുണ്ടായാലും അണ്ണൻ ഫാൻസ് അസോസിയേഷൻ അല്ല, അണ്ണന്റെ ഇപ്പം നമ്മൾ കൊണ്ടുപോയി അണ്ണൻ ഫാൻസ് അസോസിയേഷൻ ഉണ്ട്. ഞങ്ങളുടെ ക്ലബിനുണ്ട്, സൂര്യ ഉണ്ടാവും. നമുക്ക് വിജയ് ഫാൻസ് അസോസിയേഷൻ ഉണ്ട്. ഇതൊക്കെ ഓക്കെ. സിനിമയിൽ നല്ല നടനായിരിക്കും, സിനിമയിൽ നല്ല ആക്ടറായിരിക്കും, അതൊക്കെ ആയിരിക്കും ആ സിനിമയാണ്. ഇത് പറയാൻ കാരണം വെച്ചാൽ DMKയും ADMKയും ഒക്കെ ശത്രുക്കളാണ്. TVK ഉൾപ്പെടെ ഇവർ 3 ശത്രുക്കളാണ്. പക്ഷെ ഈ ഒരു വിഷയത്തിൽ ഈ 3 പേരും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഈ തീരുമാനമെടുക്കുന്നത്. എന്തുകൊണ്ട് നമുക്ക് സാധിച്ചൂട? പിന്നെ ഒന്നല്ല, ഇതിൽ സിനിമയല്ല ജീവിതം, ഫാൻസ് അല്ല. അല്ലെങ്കിൽ ഫാൻസിന്റെ സിനിമയിൽ കണ്ടുള്ള ഫാൻസ് അല്ലെങ്കിൽ സിനിമയിൽ കണ്ടുള്ള ആക്ടിങ്ങോ ഒന്നല്ല, ഡയലോഗൊന്നല്ല. ജീവിതത്തെ ബാധിക്കുന്ന പച്ചയായ മനുഷ്യന്മാര് 1 കോടിയോളം ജനങ്ങളില്ലാതാവുന്നൊരവസ്ഥയാണ്. അതെന്തൊക്കെ പറഞ്ഞാലും ഒന്നില്ലെങ്കിൽ വിജയ് ഈ പ്രസ്താവന മാറ്റിക്കൊണ്ട് ഇത് പുതുക്കിപ്പണിയുള്ള സംവിധാനത്തിലേക്ക് വരാം. എന്ത് കാണിച്ചാൽ എന്ന് പറഞ്ഞേക്കുന്നത് കേരളത്തിന്റെ ഈ മുല്ലപ്പെരിയാറനുസരിച്ചുള്ള എന്ത് വിഷയങ്ങളും വിജയ് സർക്കാർ ഇടപെട്ട് തടയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല, എന്തായാലും അങ്ങനെ നല്ല ഒരു ബുദ്ധി തോന്നിച്ചുകൊണ്ട് 2 സർക്കാരിനും തമിഴ്നാട് വെള്ളവും വേണം, നമ്മുടെ രീതിയും പോകണം. അതിൻ്റെ രീതിക്ക് ഒരു പുതിയ ഡാം വരാനുള്ള സംവിധാനത്തിലേക്ക് ചർച്ചയിലേക്ക് വരണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. മാനസികമായിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചാൽ നിങ്ങൾ ഈ കമന്റിൽ രേഖപ്പെടുത്താം. ഫാൻസ് അസോസിയേഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ അതായിക്കോട്ടെ, അതൊക്കെ ഒരു വഴിക്ക് പോകണം വശങ്ങൾ. കാരണം നമുക്കറിയാം, നമ്മൾ മോഹൻലാലിനെ സ്നേഹിക്കണോ, മമ്മൂട്ടിയെ സ്നേഹിക്കുന്നുണ്ട്, വിജയനെ സ്നേഹിക്കുന്നുണ്ട്, സുഹൃത്തിനെ സ്നേഹിക്കുന്നുണ്ട്, എല്ലാം സ്നേഹിക്കുന്നുണ്ട്. അതൊക്കെ അവരുടെ ജീവിതത്തെ അല്ല സ്നേഹിക്കുന്നത്, അത് അവരുടെ ആക്ടിങ്ങാണ്. അവർ ആഗ്രഹിക്കുന്ന ഫിലിമിലെ ഒരു കഥാപാത്രങ്ങളാണ് നമ്മൾ സ്നേഹിക്കുന്നത്. ഇത്
പച്ചയായ മനുഷ്യനെ ഒരു മുഖ്യമന്ത്രി ആയതുകൊണ്ട് ഇപ്പുറത്തുള്ളൊരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ പാവപ്പെട്ട് വേണ്ടി ഉണ്ടാക്കി കിടന്നു വന്നിട്ട് മുന്നോട്ട് നിന്ന് പ്രവർത്തിക്കാൻ വേണ്ടി വന്ന ഒരാൾ കേരള സംസ്ഥാനത്തിനോട് അല്ലെങ്കിൽ കേരളത്തിൽ ചെറിയൊരു ജില്ല, നമുക്കൊരു ജില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് 14 ജില്ലകളുണ്ട്. അത് 1-2 ജില്ല പോയാലും നമുക്ക് വലിയ രീതിയിൽ ബാധിക്കേണ്ടി വരും. ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ നമ്മുടെ ഈ 38 ശരിക്കും തമിഴ്നാടിലെ ജില്ല എന്ന് പറഞ്ഞാൽ 38 ജില്ലയുണ്ട്. അതൊന്നും സംഭവിക്കാൻ പോയില്ല. കാരണം അവർക്ക് വെള്ളം കൂടുതൽ കിട്ടുള്ളൂ. പുലപ്പേ പൊട്ടിക്കഴിഞ്ഞാൽ സംഭവിക്കാൻ പോയില്ല. നമുക്ക് 14 ജില്ലയുള്ളൂ. ഒരു 7 ജില്ല പോയാൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. എത്രയോ ജനങ്ങൾ മരിച്ചു. അപ്പൊ അതൊക്കെ മുൻനിർത്തിക്കൊണ്ട് വാക്ക് സാമർഥ്യം കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഷാഠ്യം കൊണ്ടൊക്കെ തന്നെ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കളയാമെന്നുള്ള ചിന്താഗതി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വിജയ് തിരുത്തനായും നല്ലത്, ജോസഫ് വിജയ് തിരുത്തനായും നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം. ബുദ്ധിയോട് ചിന്തിക്കേണ്ട കാര്യമാണ്. സിനിമ ലെവലിൽ മുന്നോട്ട് പോകണമല്ല. ഒക്കെ പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ ചാടി മറിഞ്ഞും അവിടെ നിന്ന് വെച്ചപ്പോഴേക്കും ആൾക്കാർക്ക് ഉണ്ടാവും തമിഴ്നാട്ടിൽ. ഇവിടെ കേരളത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടനാണ്. ഞങ്ങളുടെ കേരളത്തിലേക്ക് ജനതെരഞ്ഞെടുപ്പ് കിട്ടുമെങ്കിൽ ഞങ്ങളുടെ ഒറ്റക്കെട്ടനായിക്കോളും. അപ്പം എന്തായാലും നല്ല തീരുമാനം എടുക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഇത് ഇത്തരം തീരുമാനം നല്ലതല്ല. അത് പിന്നെ ആവർത്തിച്ച് പറയേണ്ടിയിരിക്കണം. കാരണം ഇത് കൃത്യമായിട്ട് പഠിച്ച് പറയുന്നതിനെ പോലെ തന്നെ അത് സമ്മതിക്കില്ല എന്നാണ്. മുന്നിൽ ആദ്യമേ ഇത് തമിഴ്നാട് സർക്കാർ തോറ്റുകൊണ്ട് കേസായിരുന്നു. ഇവിടുത്തെ രാഷ്ട്രീയ ഇടപെടലിന്റെ മൂലം കൊണ്ടാണ് ആ കേസ് നമ്മൾ ജയിക്കാതെ പോയി, അല്ലെങ്കിൽ എന്തൊരു വിഷയം അവസാനിച്ചത്. എന്തായാലും വിജയ് സർക്കാർ ഒന്നും തിരുത്തും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പൊ ഫാൻസ് അല്ലെങ്കിൽ വിജയ് സ്നേഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ തന്നെ അത് മനസ്സിലാക്കാം, കാര്യങ്ങൾ മനസ്സിലാക്കാം, കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കാം. അല്ലാതെ ഇതിന് സപ്പോർട്ടീവായിട്ട് ചിന്തിച്ച കാര്യമില്ല. കേരളമാണ് അങ്ങനെ ഏറ്റവും കടലിൻ്റെ അടുത്തുള്ള സംസ്ഥാനമാണ്. ഒലിച്ച് പോകാനായിട്ട് അത്ര ഒരു സമയമൊന്നും വേണ്ട. ഈ പറഞ്ഞ പ്രധാനപ്പെട്ട ജില്ലകളിലാണ് ഈ പറഞ്ഞ 6 ജില്ലകളൊക്കെ തന്നെ. ഈ ജില്ലകളൊക്കെ ഒറ്റടിക്കട് പോകാൻ വെച്ചാൽ കാര്യം തന്നെ ആയിരിക്കും. കാരണം കൊച്ചിയൊക്കെ ഉൾപ്പെടെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരുവിധം കയറ്റുമതി രംഗങ്ങളായാലും നമ്മുടെ വാണിജ്യങ്ങളൊക്കെ തന്നെ തകർന്നത് എപ്പോഴാവും. അപ്പം അത് ആർക്കും വരയ്ക്കുമ്പുള്ളിൽ അത് കഴിഞ്ഞും പക്ഷെ ശരിക്കും നല്ലൊരു ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് നല്ലൊരു രീതിയിലേക്ക് പ്രവർത്തിച്ചുകൊണ്ട് ഇതിനെ കൃത്യമായി ഇടപെട്ടുകൊണ്ടൊക്കെ തീർക്കാൻ കഴിയും. അത് പറ്റുമെന്നാണ് വിശ്വസിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചാൽ അത് കമൻറ്റിൽ രേഖപ്പെടുത്താം.